وسيرة خير الأنام لنا كغيث هما للدنا واستقر. عليه الصلاة عليه السلام خليل الإله وخير البشر. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله وكفى والصلاة والسلام على سيدنا وحبيبنا محمد المصطفى وعلى آله وصحبه أهل الصدق والجود والوفاء. أما بعد. അബുദാബി സുന്നി സെൻ്ററും അബുദാബി SKSSFും സംയുക്തമായി ഒരുക്കുന്ന വൈജ്ഞാനിക വിരുന്ന് അല്ലാമ ഖാദി അയ്യാദ് റഹിമഹുല്ലാ അവരുടെ കിതാബ് ഷിഫ പഠന പരമ്പരയിലെ 27ാമത് എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കിതാബ് ഷിഫായിലെ 2ാമത്തെ ഖിസ്മിലെ 2ാമത്തെ ബാബ്, ആ ബാബിലെ മറ്റൊരു ഫസ്ലിലേക്ക് നമ്മൾ പ്രവേശിക്കുക. ഫസ്ലുൻ ഫി അലാമത്തി മുഹബ്ബത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിഞ്ഞ എപ്പിസോഡിലൂടെ നമ്മൾ പറഞ്ഞു വെച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹുബ്ബ്, നബി തങ്ങളോടുള്ള സ്നേഹം, അത് ഉമ്മത്തിന് അനിവാര്യമാണ്. അതിൻ്റെ സഹാബത്തിലെ മാതൃകകളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. ഇനി ഇവിടെ പറയുന്നത് ബഹുമാനപ്പെട്ടവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹുബ്ബിൻ്റെ അടയാളങ്ങൾ വിശദീകരിക്കുകയാണ്. നബി തങ്ങളോടുള്ള ഹുബ്ബ് എന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങനെ പറയലല്ലോ, അതിൻ്റെ അടയാളങ്ങൾ കാണും. അതിൽ അടയാളങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് നബി തങ്ങളുടെ ഹുബ്ബിൻ്റെ ലക്ഷണങ്ങൾ? ഒരുപാട് ലക്ഷണങ്ങളുണ്ട്. സുന്നത്തുകൾ പിൻപറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ലക്ഷണം. ഖുർആൻ തന്നെ സാക്ഷ്യപ്പെടുത്തിയതാണ്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. നബി തങ്ങളോടുള്ള ഹുബ്ബ് എന്ന് മാത്രമല്ല, അള്ളാഹുവോടുള്ള ഹുബ്ബിൻ്റെ തന്നെ അടയാളം ഇത്തിബാഉൻ നബിയാണ്. അള്ളാഹുവെ ഹുബ്ബ് ചെയ്യുന്നു എന്ന് പറയുന്നെങ്കിൽ, അവകാശപ്പെടുന്നുവെങ്കിൽ നബിയെ ഞങ്ങൾ അവരോട് പറയാം, എന്നെ ഇത്തിബാ ചെയ്യാമെന്ന് ഖുർആൻ്റെ അരുളപ്പാടാണ്. സൂറത്ത് ആല ഇംറാൻ 33ാമത്തെ ആയത്ത്. വല്ലദീന തബവ്വഉ الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة. സൂറത്തുൽ ഹശ്ർ 9ാമത്തെ ആയത്ത്. അപ്പോൾ അള്ളാഹുവോട് ഉള്ള സ്നേഹം അത് റസൂലുള്ളാഹി തങ്ങളോടുള്ള ഇത്തിബാ, സഹാബത്തിനോടുള്ള സ്നേഹവും ഈമാനാണ്. അതൊക്കെ നബി തങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹമുണ്ടെങ്കിൽ അതിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെയെന്ന് പറഞ്ഞുകൊണ്ട് പറയാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല ലി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നോടൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ ബുനയ്യ, പൊന്നുമോനെ. ഖാദിമാണല്ലോ, തൻ്റെ പ്രിയപ്പെട്ട 10 വർഷത്തോളം നബി തങ്ങളുടെ ഖാദിമായ അനസ് റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ പറയാണ്, യാ ബുനയ്യ. ഒരു ഖാദിമിനോട്, ഒരു മഖ്ദൂം, ഒരു സേവകനോട്, സേവിക്കപ്പെടുന്ന വ്യക്തി, ബോസ് പറയുന്ന വാക്ക് നോക്കൂ, യാ ബുനയ്യ, പൊന്നുമോനെ എന്ന് വിളിക്കുക. ഇൻ ഖദർത, നിനക്ക് സാധിക്കുമെങ്കിൽ, അൻ തുസ്ബിഹ വ തുംസിയ, നിനക്ക് പ്രഭാതമാകാനും പ്രദോഷമാകാനും എന്ന് പറഞ്ഞാൽ രാവിലെയും വൈകുന്നേരം ആവാൻ എന്ന് പറഞ്ഞാൽ നേരം വെളുക്കുമ്പോഴും രാത്രി കിടക്കുമ്പോഴും എല്ലായ്പ്പോഴും എന്നർത്ഥം. എന്താവാൻ, ലൈസ ഫീ ഖൽബിക ഗിശ്ശുൻ ലിഅഹദിൻ, ഒരാളോടും ഒരു വെറുപ്പും ഒരു ചതിയും, ഒരാളോടും ഒരു വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും മനസ്സിലില്ലാതെ ആവാൻ പറ്റിയാൽ ഫഫ്അൽ, നീ അങ്ങനെ ചെയ്തോ. സുമ്മ ഖാലലി, ഇത് പറഞ്ഞിട്ട് എന്നോട് റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ ഇതും കൂടെ പറഞ്ഞു, യാ ബുനയ്യ, പൊന്നുമോനെ, വദാലിക മിൻ സുന്നതി, അത് എൻ്റെ സുന്നത്തിൽപ്പെട്ടതാണ്. ഇത് നമ്മൾ കേട്ടിട്ടുണ്ടോ? പൊതുവേ നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ പുറമേക്ക് കാണുന്ന ഒരുപാട് ചടങ്ങുകൾ അല്ലെങ്കിൽ ഒരുപാട് മര്യാദകൾ, ഇപ്പോൾ തലയിൽ തൊപ്പി വെക്കുക, താടി വളർത്തുക, അതുപോലെ മറ്റുള്ള സുന്നത്തുകൾ നമ്മൾ കാണുന്ന സുന്നത്ത്, വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുക, പള്ളിയിലേക്ക് കയറുമ്പോൾ വലത് കാല് മുന്നോട്ട് വെക്കുക, ഇറങ്ങുമ്പോൾ ഇടത് കാല്, അതുപോലെ ഖളാഉൽ ഹാജത്തിന് ബാത്റൂം ടോയ്ലറ്റിലേക്ക് കയറുമ്പോൾ ഇടത് കാല്, ഇതൊക്കെ സുന്നത്തുകൾ തന്നെ, സംശയമല്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരി ഇത് മാത്രം സുന്നത്ത് എന്ന. അപ്പോൾ ഈ ഹദീസ് നമുക്ക് വലിയൊരു പാഠമാണ്, ഒരു ഐ ഓപ്പണറാണ്, കൺ തുറപ്പിക്കുന്നൊരു ഹദീസാണ്. അതെന്താ? അനസ് റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ പറയാം, ഫദാലിക മിൻ സുന്നതി, അത് എൻ്റെ സുന്നത്തിൽപ്പെട്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത് എന്താ? നിനക്ക് രാവിലെയും വൈകുന്നേരം എല്ലാ സമയത്തും നടത്താൻ, സദാസമയത്തും ഒരാളോടും ഒരു മനുഷ്യനോടും ഒരു വെറുപ്പ്, ഒരു വൈരാഗ്യം, എന്തെങ്കിലും ഒരു മനസ്സിൽ ഒരു എന്താ പറയുക, നമ്മൾ കുനിഷ്ടും കുന്നായ്മയും ഒരു വെറുപ്പോ എന്തെങ്കിലും ഒരു വൈരാഗ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരർത്ഥത്തിലുള്ള ഒരു അനിഷ്ടം ഒരു വ്യക്തിയോട് തോന്നാതിരിക്കുക. എല്ലാവരോടും എപ്പോഴും ഇഷ്ടമായിരിക്കുക, ആരോടും ഇഷ്ടക്കുറവില്ലാതിരിക്കുക, ആരോടും വെറുപ്പില്ല, വൈരാഗ്യമല്ല, വിദ്വേഷമില്ല, കുനിഷ്ടില്ല, കണ്ടുകൂടായ്മല്ല, എല്ലാവരോടും സ്നേഹം. അങ്ങനെയുള്ള ഒരു മനസ്സ് നിനക്ക് ഉണ്ടാക്കാൻ കഴിയുമോ? സലീമു സദർ എന്നതിന് പറയാം, സലാമത്തു സദർ, നെഞ്ചെപ്പോഴും ക്ലിയർ ആവും, ആരോടും ഒരു വൈരാഗ്യവും വെറുപ്പും ഒരു വിധത്തിലുള്ള ഒരു അനിഷ്ടവും ഇഷ്ടക്കുറവും ഒന്നും ഇല്ലാത്ത ഹൃദയ വിശാലത, ഹൃദയശുദ്ധി, അത് നിനക്ക് ഉണ്ടാക്കാൻ, കൊണ്ടുനടക്കാൻ, കീപ്പപ്പ് ചെയ്യാൻ കഴിയുമോ അനസേ, മുനയ്യ, പൊന്നുമോനെ? രാവിലെയും വൈകുന്നേരം എന്ന് പറഞ്ഞാൽ എല്ലാ സമയവും നടത്താം. 2 സമയങ്ങൾ ഉദാഹരണം പറഞ്ഞാൽ
പ്രഭാത പ്രദോഷങ്ങളിൽ എല്ലാ സമയത്തും അങ്ങനെയാക്കാൻ പറ്റിയാൽ നീ അങ്ങനെ ആയിക്കോ. എന്നാൽ അതെൻ്റെ സുന്നത്തിൽപ്പെട്ടതാ. യാ ബുനയ്യ വദാലിക മിൻ സുന്നത്തി, അത് എൻ്റെ സുന്നത്തിൽപ്പെട്ടതാണ്. നബി തങ്ങൾ അങ്ങനെ ഇരുന്നു, ആരോടും ഒരു വെറുപ്പില്ലാതെയാണല്ലോ അവിടെ നിന്ന് ജീവിച്ചത്. അപ്പോൾ എൻ്റെ സുന്നത്തിൽപ്പെട്ടവരാണ് നമ്മൾ വളരെ ഓർക്കേണ്ട, ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കേണ്ട ഒരു സുന്നത്താണ്. ഒരു മനുഷ്യനോടും ഒരു വെറുപ്പും ഒരു അനിഷ്ടവും ഇല്ലാതെ ഹൃദയം എപ്പോഴും എല്ലാവരെക്കുറിച്ചും നല്ലത് മാത്രമുള്ള ചിന്ത, നല്ല ചിന്തയും നല്ല സദ്ഭാവനയുമുള്ള മനസ്സായി കൊണ്ട് നടക്കുക എന്ന്. വമൻ അഹ്യാ സുന്നത്തി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. നബി തങ്ങൾ പറയാം, അങ്ങനെ ആവുക എന്നുള്ളത് പ്രഭാതത്തിലും പ്രദോഷത്തിലും അഥവാ സദാ ആരോടും വെറുപ്പില്ലാതെ കഴിയുക എന്നുള്ളത് അത് എൻ്റെ സുന്നത്തിൽപ്പെട്ടതാണ്. എൻ്റെ സുന്നത്തിനെ ആരെങ്കിലും ജീവിപ്പിച്ചാൽ ഫഖദ് അഹബ്ബനി, അവൻ എന്നെ ഇഷ്ടപ്പെട്ടവനാണ്. വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന, എന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സ്വർഗത്തിലുമാണ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തിൻ്റെ ഒരടയാളമായിട്ട് മഹാന്മാർ പറയുന്നത്. അതുപോലെ മറ്റൊരു സംഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഹുബ്ബിൻ്റെ വിഷയം പറയുമ്പോൾ മറ്റൊരു സംഭവം പറയാം. വദലീലുഹു ഖൗലുഹു ലില്ലദീ ഹദ്ദഹു ഫിൽ ഖമർ ഫലാലഹു ബഅദഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരു കള്ളുകുടിയനെ കൊണ്ടുവരപ്പെട്ടു, ഒരു ഷാരിബുൽ ഖമറിനെ കൊണ്ടുവരപ്പെട്ടു. ഷുർബുൽ ഖമറിന് ഇസ്ലാമിൽ ഹദ്ദുണ്ടല്ലോ. ഇസ്ലാമിക ശരീഅത്ത് അപ്ലൈഡ് ആകുന്ന സമയത്ത്, ഇസ്ലാമിക ശരീഅത്ത് പ്രകാരം ഭരണം നടക്കുന്ന സമയത്ത് അവിടെ ചില ഹദ്ദുകൾ, ചില ശിക്ഷാ നടപടികൾ, അടിയൊക്കെ ഉണ്ട്. അപ്പോൾ ആ ചാട്ടവാറ് കൊണ്ടുള്ള അടി അദ്ദേഹത്തിന് വിധേയനാക്കി എന്നർത്ഥം. ഇല്ലത് ഹദ്ദഹു ഫിൽ ഖംറി, കള്ളു കുടിച്ചപ്പോൾ ആ ശിക്ഷ നടപ്പിലാക്കി. അപ്പോൾ ചില ആളുകൾ ലാനത്താക്കി, ലാനക്കല്ല, അള്ളാഹു നിന്നെ ശപിക്കട്ടെ എന്ന് പറഞ്ഞ് ആ മനുഷ്യനെ ചില ആളുകൾ ലാനത്താക്കുന്നത്, ശാപവാക്കുകൾ കൊണ്ട് മൂടുന്നത് നബി തങ്ങൾ കേട്ടു. വഖാല മാ അക്തറ മാ യുതാ ബിഹി ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം നബി തങ്ങൾ പറയാ, ലാ തലഅനുഹു ഫഇന്നഹു യുഹിബ്ബുല്ലാഹ വറസൂല. ആരോ ശപിക്കുന്നത് കേട്ടപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അദ്ദേഹത്തെ ശപിക്കല്ലേ. ലാ തലഅനുഹു, നിങ്ങൾ അവരെ ശപിക്കല്ലേ. ഫഇന്നഹു യുഹിബ്ബുല്ലാഹ വറസൂല, അവൻ അള്ളാഹുവേയും അവൻ്റെ പ്രവാചകരെയും സ്നേഹിക്കുന്നവനാണ്. അള്ളാഹിന് റസൂലിന് ഇഷ്ടം വെക്കുന്ന, ഹുബ്ബ് വെക്കുന്ന മനുഷ്യനാണ്. അതുകൊണ്ട് അവർ ശപിക്കരുത്. കുറ്റം ചെയ്തു, ശരി തന്നെയാണ്. ഷുർബുൽ ഖംർ തെറ്റാണ്, അതൊരു കുറ്റമാണ്, പാപമാണ്. അതിനുള്ള ഹദ്ദ് നമ്മൾ നടപ്പിലാക്കുകയും ചെയ്ത്. പക്ഷെ അവരെ നിങ്ങൾ ശപിക്കരുത്, ശാപവാക്കുകൾ കൊണ്ട് മൂടരുത്. ലാ തലഅനുഹു ഫഇന്നഹു യുഹിബ്ബുല്ലാഹ വറസൂല. കാരണം എന്താ? അള്ളാഹുവിനെയും റസൂലിനെയും ഹുബ്ബ് വെക്കുന്ന മനുഷ്യനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ മറ്റൊരു അലാമത്ത് പറയാം, മിൻ അലാമാത്തി മഹബ്ബത്തിൻ നബി, നബി തങ്ങളോടുള്ള അലാമത്ത്, സ്നേഹത്തിൻ്റെ മഹബ്ബത്തിൻ്റെ മറ്റൊരു അലാമത്ത് കസ്റത്തു ദിക്രിഹി ലഹു, നബി തങ്ങളെ ധാരാളമായിട്ട് ഓർക്കുക. കസ്റത്തു ദിക്രിഹി ലഹു, ഒരു മനുഷ്യൻ നബി തങ്ങളെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അലാമത്താണ്, തെളിവാണ്, അടയാളമാണ് അവൻ നബിയെ എങ്ങനെ പറയാന്നുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ദിക്ർ എന്ന് പറഞ്ഞാൽ രണ്ടിനും പറയാന്നുള്ളതിനും ഓർക്കുക എന്നുള്ളതിനും ദിക്ർ എന്ന് പറയും. ദക്കറ എന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ട് ഓർക്കുന്നതിന് ദക്കറ എന്ന് പറയും. ദിക്ർ ഓർമ്മ, സ്മരണ. അതുപോലെ ദക്കറ ഫദ്കുറുല്ലാഹ ദിക്റൻ കതീറ, ദിക്ർ എന്ന് പറയുമ്പോൾ നമ്മൾ ദിക്ർ ചൊല്ലുക എന്ന് പറയല്ലോ. അപ്പോൾ നാവ് കൊണ്ട് പറയുന്നതിനും, അപ്പോൾ നാവ് കൊണ്ട് ദിക്റു ബിൽ ജനാൻ വദ്ദിക്റു ബിൽ ലിസാൻ എന്ന രണ്ടും ദിക്റാണ്. ഹൃദയം കൊണ്ട് ഓർക്കുന്നതിനും ദിക്ർ എന്ന് പറയും, നാവ് കൊണ്ട് പറയുന്നതിനും ദിക്ർ എന്ന് പറയും. ഈ നാവ് കൊണ്ട് ഒരാൾ പറയുമ്പോൾ ഹൃദയത്തിൽ ഓർക്കാതെ പറയില്ലല്ലോ. ഹൃദയത്തിൽ ഓർക്കാതെ, ഹൃദയത്തിൽ ഒരാൾക്ക് ചിന്ത അല്ലെങ്കിൽ എങ്ങനെ നാവിൽ വരിക? അപ്പം നാവിൽ വരുമ്പോൾ ഉറപ്പായ ഹൃദയത്തിലുണ്ട് തന്നെയാണ്. ഇന്നൽ കലാമ ലഫിൽ ഫുആദി വഇന്നമാ ജുഇലൽ ലിസാനു അലൽ ഫുആദി ദലീല എന്നാണല്ലോ കാവ്യശകലം. ഇന്നൽ കലാമ ലഫിൽ ഫുആദി, നമ്മൾ എന്ത് വർത്തമാനം നമ്മൾ നാവ് കൊണ്ട് പറയുമ്പോഴും നമ്മുടെ ആധരം കൊണ്ട് മൊഴിയുമ്പോഴും ശരിക്കും ആ കലാമ് നമ്മുടെ ഹൃദയത്തിലാണ്, ഫുആദാണ്. കലാം നാവ് കൊണ്ടാണ് പറയാ, ഉച്ചരിക്കുക, നമ്മൾ കേൾക്കൽ നാവ് കൊണ്ട് പറയുമ്പോഴാണ്. പക്ഷേ അത് ആദ്യം ഹൃദയത്തിൽ നിന്ന് വരുമല്ലോ. ഇന്നൽ കലാമ ലഫിൽ ഫുആദി വഇന്നമാ ജുഇലൽ ലിസാനു അലൽ ഫുആദി ദലീല. ഫുആദിൻ്റെ മേൽ ദലീലാണ്, ഹൃദയത്തിൽ ഇന്ന വിഷയമാണ് ഉള്ളത് എന്നതിൻ്റെ തെളിവാണ് നാവ് എന്ന് പറഞ്ഞാൽ, നാവിൻ തുമ്പത്തും അതുപോലെ ഹൃദയത്തിൻ്റെ ഉള്ളിലും ഒക്കെ നബി തങ്ങളോട് ഇങ്ങനെ ദിക്ർ ഉണ്ടാവുക, ഓർമ്മ ഉണ്ടാവുക എന്നുള്ളത് ഹുബ്ബിൻ്റെ ഒരു അടയാളമാണ്. അതാണ് നമ്മൾ ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുക, പ്രകീർത്തിക്കുക, പ്രശംസിക്കുക, അതുപോലെ അവിടുത്തെ പുണ്യാപദാനങ്ങൾ വാഴ്ത്തി പറയുക. അത് ജീവിതകാലമുടനീളം റബീഉൽ അവ്വൽ മാസത്തിൽ, അവിടുത്തെ ജന്മമാസത്തിലൊക്കെ നബി തങ്ങളുടെ പേര് പറയൽ, അവിടുത്തെ പ്രശംസ, അവിടുത്തെ മഹത്വം, അത് പാടൽ, പുകഴ്ത്തൽ, ചരിത്രം, അവിടുത്തെ മദ്ഹ്, ഇതൊക്കെ പറയലൊക്കെ ഹുബ്ബുൻ നബിയാണ്, ഹുബ്ബുൻ നബിയുടെ ഭാഗമാണ് എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അതെന്തുകൊണ്ടാണ്? ഇതാണ് ഖായിദ. മൻ അഹബ്ബ ശൈഅൻ അക്തറ മിൻ ദിക്രിഹി. ഒരു വസ്തുവിനോട്, ഒരു വ്യക്തിയോട്, അതുപോലെ ഒരു വസ്തുവോട് യഥാർത്ഥ ഹുബ്ബുണ്ടെങ്കിൽ അത് പറയാന്നുള്ള സ്വാഭാവിക പറയൽ അധികരിപ്പിക്കും. ഒമിന്നാ കത്റത്തു ഷൗഖിഹി ഇലാ ലിഖാഇഹി, അതുപോലെ അലാമത്തുൽ ഹുബ്ബ് പെട്ടതാണ്, അലാമത്ത് ഹുബ്ബിൻ നബിയിൽ പെട്ടതാണ് കത്റത്തു ഷൗഖിഹി ഇലാ ലിഖാഇഹി, നബി തങ്ങളെ കാണാനുള്ള അതിയായ ആഗ്രഹം ഉണ്ടാവുക, ശക്തമായ ആഗ്രഹം ഉണ്ടാവുക. ഫകുല്ലു ഹബീബിൻ, കാരണം ഏതൊരു പ്രിയങ്കരനും യുഹിബ്ബു ലിഖാ ഹബീബിഹി, ഏതൊരു ഹബീബും തൻ്റെ ഹബീബിനെ കാണണമെന്ന് ആഗ്രഹിക്കുമല്ലോ. വഫി ഹദീസിൽ അശ്അരിയ്യീന ഇൻദ ഖുദൂമിഹിമുൽ മദീനത അന്നഹും കാനൂ യർതജിസൂൻ. അശ്അരിയ്യങ്ങൾ അഥവാ യമനിലെ ഒരു ഭാഗം അശ്അരിയ്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരിയായ ആദർശം
കൊണ്ടു നടക്കുന്ന വിഭാഗമാണല്ലോ അബൂ മുസൽ അശ്ശരി, അബുൽ ഹസൻ അൽ അശ്ശരി, അശ്ശരി കുടുംബം. ഈ അശ്ശരീങ്ങൾ മദീനയിലേക്ക് വരുമ്പോൾ അവരിങ്ങനെ പാടുമായിരുന്നു, അന്നഹും കാനു യർതജിസുൻ. സുന്നത്തി ജമാഅത്തിന്റെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ നെടുന്തൂണുകളാണ് അശ്ശരീങ്ങൾ. ഈ അശ്ശരീങ്ങളുടെ വർത്തമാനത്തിൽപ്പെട്ടതാണ് അവർ മദീനയിലേക്ക് വരുമ്പോൾ അവരിങ്ങനെ പാട്ടുപാടി സന്തോഷം കൊണ്ട് നടത്തും. അവരിങ്ങനെ പാടിക്കൊണ്ടാ വരിക, നേരത്തെ നമ്മൾ ബിലാൽ റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കുന്ന സമയത്ത് അവരെ ഭാര്യ വാ ഹുസന ദുഃഖമേ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പറയല്ലേ, വാ തൊറബ എൻ്റെ സന്തോഷമേ എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞല്ലോ, ഗദൻ അൽഖൽ അഹിബ്ബ മുഹമ്മദൻ വഹിസ്ബ. ഇന്ന് ഞാൻ മരിക്കുകയാണെങ്കിൽ നാളെ ഞാൻ അഹിബത്തിൻ്റെ പ്രിയങ്കരരുടെ എൻ്റെ ഇഷ്ടപ്പെട്ട ഇഷ്ടക്കാരുടെ അടുക്കലേക്കാണ് ഞാൻ പോകുന്നത്. അതാരാ? മുഹമ്മദൻ വഹിസ്ബ, മുഹമ്മദ് നബി അവിടുത്തെ ഹിസ്ബും അവിടുത്തെ ടീം എന്ന് പറഞ്ഞ മുഹാജിരികളും അൻസാരികളും അടക്കമുള്ളവരെ എന്ന് പറഞ്ഞല്ലോ. അതുപോലെ അശ്ശരീങ്ങൾ മദീനയിൽ വരുമ്പോൾ പാടുന്ന പാട്ടാണ് ഗദൻ അൽഖൽ അഹിബ്ബ മുഹമ്മദൻ വസഹ്ബ എന്നവരിങ്ങനെ പാടിക്കൊണ്ട് സന്തോഷം കൊണ്ട് അവരിങ്ങനെ ആ സന്തോഷം രേഖപ്പെടുത്തും. ഗദൻ എന്ന് പറഞ്ഞാൽ നാളെ, നൽഖൽ അഹിബ്ബ നമ്മൾ പ്രിയങ്കരരെ കണ്ടുമുട്ടുമല്ലോ, മുഹമ്മദൻ വസഹ്ബ മുഹമ്മദ് നബിയെയും സഹാബികളെയും കാണുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷം രേഖപ്പെടുത്തി അവർ പാട്ടുപാടുമായിരുന്നു എന്ന് ഇമാം ഖാദി ഇയാൾ തങ്ങൾ പറയാം. അതുപോലെ ഖാലിദ് ഇബ്നു മഅദാൻ തങ്ങളുടെ സംഭവം നമ്മൾ പറഞ്ഞല്ലോ. അദ്ദേഹത്തിൻ്റെ മകള് അബ്ദത്ത് എന്നവർ പറയുന്നത്, വാപ്പ കിടക്കാൻ വേണ്ടി പോകുമ്പോൾ ഇങ്ങനെ പറയുന്ന വാക്ക്, അള്ളാഹു എന്നെ പെട്ടെന്ന് പിടിക്കുക, എനിക്ക് അവരെ കാണാൻ കൊതിയായിട്ട് വയ്യ എന്ന്, മരണം പോലും കൊതിക്കുന്നത് റസൂലുള്ളാഹിയും സഹാബത്തിനെയും കാണാനുള്ള ആഗ്രഹം കൊണ്ടാണെന്ന് പറഞ്ഞല്ലോ. വമിൻ അലാമാതിഹി മാ കസറത്തി ദിക്രിഹി തഅളീമുഹു ലഹു വതൗഖീറുഹു ഇൻദ ദിക്രിഹി. അതുപോലെ തന്നെ നബിതങ്ങളോടുള്ള ഹുബ്ബിൻ്റെ അടയാളമായി ഇയാൾ തങ്ങൾ രേഖപ്പെടുത്തുകയാണ് തഅളീമുഹു ലഹു, നബിതങ്ങളെ സ്നേഹിക്കുക, വതൗഖീറുഹു ഇൻദ ദിക്രിഹി നബിതങ്ങളെ പറയുമ്പോൾ തന്നെ ബഹുമാനം ആദരവുണ്ടാവുക, നബിതങ്ങളുടെ പേര് പറയുമ്പോൾ ആദരവുണ്ടാവുക, വൈൽഹാറുൽ ഖുശൂഇ അതുപോലെ ഖുശൂഇ പ്രകടിപ്പിക്കുക, വലിൻകിസാരി മഅ സമാഇ ഇസ്മിഹി നബിതങ്ങളുടെ നാമം കേൾക്കുമ്പോൾ അങ്ങേയറ്റം നമ്മൾ ഇൻകിസാറാവുക. ഇൻകിസാർ എന്ന് പറഞ്ഞാൽ നമ്മൾ മുറിഞ്ഞു പോവുക, നമ്മുടെ അഹങ്കാരം ഒക്കെ ഇല്ലാതെയായി നമ്മുടെ മനസ്സ് മുൻകസിറാവുക എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിനെ കേൾക്കുമ്പോൾ നമ്മൾ അങ്ങേയറ്റത്തെ വിനയാന്വിതരാകുക. മനസ്സ് വിനയാന്വിതമാവും. അപ്പോൾ ആ ശരീരം കൊണ്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടുക എന്നുള്ളതല്ല, പ്രകടനപരതയും പ്രകടനത്വരയും അല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ നബി തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ അവിടുത്തെ പേര് പറയുമ്പോൾ അതിനോട് ബഹുമാനം ഉണ്ടാകുമ്പോൾ നമ്മൾ അറിയാതെ ഇങ്ങ് ചെറുതാകും, നമ്മൾ ചെറുതാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനാതിരേകത്താൽ നമ്മൾ വിനയാന്വിതരാകുന്നർത്ഥം. ബഹാനായ ഇസ്ഹാഖുൻ നജബി എന്നവർ പറയാണ്, കാന അസ്ഹാബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദഹു ലാ യദ്കുറൂനഹു ഇല്ലാ ഖശഉ. നബിതങ്ങളുടെ കാലശേഷം അവിടുത്തെ സഹാബിമാർ നബിതങ്ങളുടെ പേര് പറയുമ്പോഴേക്ക് അവർ ഖശഉ, പേടിച്ചുകൊണ്ട് ഖശൂലാകും. വഖശഅറതു ജുലൂദുഹും, അവരുടെ ശരീരത്തിലെ തൊലികളൊക്കെ ഇങ്ങ് ഖുശാരീറത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ ശരീരം തൊലിപ്പുറമെയൊക്കെ വല്ലാതങ്ങാവുന്ന അർത്ഥം നബിതങ്ങളെ പേര് പറയുമ്പോഴേക്ക്. വബക്കൗ, അവർ കരയും. വകദാലിക കസീറും മിന താബിഈന, സഹാബിമാരും അതുപോലെ ഒട്ടേറെ താബിഈങ്ങളും അങ്ങനെയായിരുന്നു. മിൻഹും മയ്യഫഅലു ദാലിക മഹബ്ബതൻ ലഹു വശൗഖൻ ഇലൈഹി, നബിതങ്ങളോടുള്ള ഹുബ്ബ് കാരണത്താലും ആഗ്രഹം കാരണത്താലും. വമിൻഹും മയ്യഫഅലുഹു തഹയ്യുബൻ വതൗഖീറ, ചിലർ നബിതങ്ങളോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം കാരണം, കാണാനുള്ള ആഗ്രഹം കാരണം, ചിലരാവട്ടെ നബിതങ്ങളുടെ ആ പേര് കേൾക്കുമ്പോഴുള്ള ഹൈബത്ത്, ബഹുമാനം, ഇത് രണ്ടും സമഞ്ജസമായി സമ്മേളിച്ചുകൊണ്ടാണ് അവരുടെ വികാരങ്ങൾ ഉണ്ടാവുക. ومنا محبته لمن أحب النبي صلى الله عليه وسلم ومن هو بسببه من آل بيته وصحابته من المهاجرين والأنصار. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഹുബ്ബിൻ്റെ അടയാളം, ഹുബ്ബുണ്ടാകുന്നതിൻ്റെ അടയാളത്തിൽപ്പെട്ടതാണ് നബിതങ്ങൾ സ്നേഹിച്ചത്, നബിതങ്ങളെ സ്നേഹിച്ച് അവരോടൊക്കെ സ്നേഹം ഉണ്ടാവുക. അത് ഉദാഹരണം നബിതങ്ങളുടെ ആലുബൈത്ത്, അഹ്ലുബൈത്ത്, റസൂലുള്ളാഹിയുടെ കുടുംബം അഹ്ലുബൈത്ത്, അവിടുത്തെ സ്വഹാബത്ത്, മുഹാജിരീങ്ങൾ, അൻസാരികളെ അവരൊക്കെ സ്നേഹിക്കുക. അതുപോലെ അവരെ വെറുത്തവരെ വെറുക്കുക, അവരോട് ശത്രുത കാണിച്ചവരെ ശത്രുത പുലർത്തുക നമ്മളും. അതുപോലെ നബിതങ്ങളെ വെറുത്തവർ അവരെ വെറുക്കുക, നബിതങ്ങൾ സ്നേഹിച്ചവരും നബിതങ്ങളെ സ്നേഹിച്ചവരെയും സ്നേഹിക്കുക. ഇതൊക്കെ ഈമാൻ്റെ അടയാളങ്ങളാണ്, ഹുബ്ബുൻ നബിയുടെ അടയാളങ്ങളാണ്. അല്ലാഹുമ്മ ഇന്നി ഉഹിബ്ബുഹുമാ ഫഹിബ്ബഹുമാ, അള്ളാഹുവോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായിട്ട് ഹദീസിൽ കാണാം. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമായെ കുറിച്ച്, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമായുടെ കാര്യത്തിൽ നബിതങ്ങൾ അള്ളാഹുവോട് പറയുന്നതായിട്ട് ഹദീസിൽ കാണാം. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി ഉഹിബ്ബുഹുമാ, ഞാൻ എൻ്റെ ഈ പേരക്കുട്ടികളെ ഇഷ്ടപ്പെടുന്നുണ്ട്, ഫഹിബ്ബഹുമാ, അതുകൊണ്ട് റബ്ബേ നീയും അവരെ സ്നേഹിക്ക്. في رواية في الحسن اللهم إني أحبه وأحب من يحبه من أحبهما فقد أحبني ومن أحبني فقد أحب الله ومن أبغضهما فقد أبغضني ومن أبغضني فقد أبغض الله. അത് ഇത് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമായെ കുറിച്ച് പറഞ്ഞതാണ്. ഇനി സഹാബിമാരെയും സ്നേഹിക്കണം എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ തെളിവെന്താ? അത് ഹുബ്ബുൻ നബിയുടെ ഭാഗമാണ്. നബി തങ്ങൾ തന്നെ പറയാം, അല്ലാഹു യാ സ്വഹാബി, അല്ലാഹുവെ നിങ്ങൾ സൂക്ഷിക്കണം, അല്ലാഹുവെ സൂക്ഷിക്കണം, വയസ്സാബി, എൻ്റെ സഹാബിമാരുടെ കാര്യത്തിൽ. ലാ തത്തഖിദൂഹും ഗർളൻ ബഅദി ഫമൻ അഹബ്ബഹും വബിഹുബ്ബി അഹബ്ബഹും, അവരെ നിങ്ങൾ നാട്ടക്കുറിയാക്കരുത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിമർശനത്തിനോ അതല്ലെങ്കിൽ നിങ്ങളുടെ എതിർപ്പിനോ അവരെ പാത്രങ്ങളാക്കരുത്, അവരെ സ്നേഹിക്കണം, ബഹുമാനിക്കണം. അവരെ നാട്ടക്കുറിയാക്കരുത് എന്ന് പറഞ്ഞാൽ അവരെ നിങ്ങൾ പന്താടരുത്.
ഫമൻ അഹബ്ബഹും വഹുബ്ബി അഹബ്ബഹും, എൻ്റെ സഹാബത്തിനെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് ആ ഇഷ്ടപ്പെട്ടത്. ഒമൻ അബഗദഹും വബിബുഗ്ദി അബഗദഹും, അവരെ ആരെങ്കിലും വെറുത്താൽ എന്നോടുള്ള വെറുപ്പ് കൊണ്ടാണ് ആ വെറുപ്പ്. ഒമൻ ആദാഹും ഫഖദ് ആദാനി, എൻ്റെ സഹാബത്തിനെ ആരെങ്കിലും ബുദ്ധിമുട്ടിച്ചാൽ അവർ എന്നെയും ബുദ്ധിമുട്ടിച്ചവരാണ്. ഒമൻ ആദാനി ഫഖദ് ആദല്ലാഹ്, എന്നെ ആരെങ്കിലും ബുദ്ധിമുട്ടിച്ചാൽ അവൻ അള്ളാഹുവെ ബുദ്ധിമുട്ടിച്ചവനാണ്. ഒമൻ ആദല്ലാഹ യൂഷികു അൻ യഹുദ, അള്ളാഹുവിനെ ആരെങ്കിലും ബുദ്ധിമുട്ടിച്ചാൽ അള്ളാഹു അവനെ പിടികൂടാനെടുക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ അദാബ് അവൻ ഭയപ്പെടണം. അപ്പൊ സഹാബത്തിനെ വിമർശിക്കുന്ന ചില ആളുകളൊക്കെ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്, പല അവാന്തര വിഭാഗങ്ങളും. സഹാബ കിറാമിനെ മോശാക്കി പറയാം, അവരെന്തെങ്കിലും പറഞ്ഞ് ആക്ഷേപിക്കുക, രാഷ്ട്രീയ കാരണങ്ങളാലോ എന്ത് കാരണങ്ങളായാലും സഹാബ കിറാമിനെ വിമർശിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിമർശിക്കുന്നതിന് തുല്യമാണ്. അവരെ വേദനിപ്പിച്ചാൽ നബി തങ്ങളുടെ മനസ്സ് വേദനിക്കുന്നിടത്തും അപ്പോൾ അവരൊക്കെയും നമ്മൾ സ്നേഹിക്കണം. അതാണ് അഹ്ലുസ് സുന്നത്തി ജമാഅത്തിന്റെ ആദർശം. വഖാല ഫീ ഫാത്തിമ റളിയല്ലാഹു അൻഹാ, പ്രിയപ്പെട്ട ഫാത്തിമ ബീവിയെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞ ഹദീസ് വിശ്രുതമാണല്ലോ. ഇന്നഹാ ബിളാഅത്തും മിന്നി, എൻ്റെ കരളിൻ്റെ കഷ്ണമാണ് ഫാത്തിമ. യഗ്ളിബുനി മാ ഗളബഹ, അവരെ വെറുപ്പിക്കുന്നത് എന്നെ അവരെ ദേഷ്യപ്പെടുത്തുന്ന കാര്യം എന്നെയും ദേഷ്യപ്പെടുത്തും. വഖാല ആയിഷ ഫീ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാര്യത്തിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹായോട് നബി തങ്ങൾ പറഞ്ഞതായി കാണാം. അഹിബ്ബീഹി ഫഇന്നി ഉഹിബ്ബു, ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് ഉസാമയെ, അതുകൊണ്ട് നിങ്ങളും ഇഷ്ടപ്പെടണം. വഖാല ആയത്തുൽ ഈമാൻ ഹുബ്ബുൽ അൻസാരി വആയത്തുൻ നിഫാഖി ബുഗ്ദുഹും, അൻസാരികൾ ഇഷ്ടപ്പെടൽ ഈമാന്റെ അടയാളമാണ്, അതുപോലെ അത് നിഫാഖിന്റെ അടയാളമാണ് അൻസാരികൾ വെറുക്കല്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഹദീസിൽ കാണാം, മൻ ഹബ്ബൽ അറബ, അറബികളെ ആരെങ്കിലും സ്നേഹിച്ചാൽ ഫബിഹുബ്ബി ഹബ്ബഹും, എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അവരെ ഇഷ്ടപ്പെട്ടത്. വമൻ അബഗദഹും, അറബികളെ ആരെങ്കിലും വെറുത്താൽ ഫബിബുഗ്ദി അബഗദഹും, എന്നോടുള്ള വെറുപ്പ് കൊണ്ടുമാണ്. ചില ആളുകൾ അറബികൾ അങ്ങനെ കുറ്റം പറയും, അറബികൾ എങ്ങനെയാണ്, അറബികൾ ഇങ്ങനെയാണ്. അതുപോലും ഈമാനല്ല. അറബികൾ തെറ്റുണ്ടാവാം, പക്ഷേ അറബികളെ നമ്മൾ സ്നേഹിക്കണം മൊത്തത്തിൽ. കാരണം എന്താ, അള്ളാഹുവിൻ്റെ റസൂൽ അറബിയാണ്. അൽ അഫ്സഹുൽ അറബ് ബൈദാനി മിൻ ഖുറൈശ്, നബി തങ്ങൾ അറബിയാണ്. അന്നബിയ്യൽ അറബി അൽ അബ്തഹി, റസൂലുള്ളാഹി അറബിയാണല്ലോ. ബിലിസാനിൻ അറബിയ്യും മുബീൻ, ശുദ്ധ ഖുർആൻ അറബിയാണല്ലോ. അപ്പോൾ അറബിക്ക് അനറബിയേക്കാൾ തഖ്വ ഇല്ലെങ്കിൽ സ്ഥാനമില്ല എന്നുള്ളത് ഹദീസ് തന്നെയാണ്. പക്ഷേ അറബികളെ മൊത്തത്തിൽ നമ്മൾ ആക്ഷേപിക്കാൻ പാടില്ല. അവരെ നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറബ് വിഭാഗത്തിൽപ്പെട്ടവരാണ്, അറബിയാണ് എന്നതുകൊണ്ട് തന്നെ അവരെ നമ്മൾ ഇഷ്ടപ്പെടണം. ഹദീസാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, മൻ അഹബ്ബൽ അറബ് ഫബിഹുബ്ബി അഹബ്ബഹും വമൻ അബഗദഹും ഫബിബുഗ്ദി അബഗദഹും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറബിയായിരുന്നു എന്ന കാരണം കൊണ്ട് നമ്മൾ അറബികളെ സ്നേഹിക്കുമ്പോൾ ഹലാമത്തുൻ ഹുബ്ബിൻ നബിയാണ് എന്നർത്ഥം. അതല്ലാതെ അറബികൾ പണക്കാരാണ്, അറബികൾ സമ്പന്നരാണ്, അറബികൾ വലിയ മറ്റുള്ള സൗകര്യങ്ങളുള്ളവരാണ് എന്ന അർത്ഥത്തിലല്ല നമ്മൾ അറബികളെ, അപ്പം ഈമാനാവില്ല അത്. അതുകൊണ്ടല്ല പറയുന്നത്. അറബികളെ നമ്മൾ ഒരാൾ അറബി ഇഷ്ടപ്പെടുക, അറബികളെ ഇഷ്ടപ്പെടുക, അല്ലെങ്കിൽ അറബ് നാടിനെ ഇഷ്ടപ്പെടുക, അറബി ഭാഷയെ ഇഷ്ടപ്പെടുക, അറബ് കൾച്ചറിനെ ഇഷ്ടപ്പെടുക. കാരണം എന്താ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറബിയായിരുന്നല്ലോ, നബിതങ്ങൾ അറബിയായിരുന്നല്ലോ, അറബ് വിഭാഗത്തിലായിരുന്നല്ലോ നബിതങ്ങൾ ജനിച്ചത്, നിയുക്തരായത് അറേബ്യയിലായിരുന്നല്ലോ എന്ന കാരണം കൊണ്ടാണ് ഒരാൾ അറബിയെ സ്നേഹിക്കുന്നതെങ്കിൽ, അറബികളെ സ്നേഹിക്കുന്നതെങ്കിൽ അത് ഹുബ്ബുൻ നബിയുടെ അലാമത്താണ് എന്ന്, അത് നബിതങ്ങളോടുള്ള ഹുബ്ബിൻ്റെ അടയാളമാണ്. ഫബിൽ ഹഖീഖത്തി മൻ അഹബ്ബ ശൈഅൻ അഹബ്ബ കുല്ല ശൈഇൻ യുഹിബ്ബു. സലഫ് സ്വാലിഹീങ്ങളുടെ സീറത്തിൽ നിന്ന് ഏതാനും ഉദാഹരണങ്ങൾ പറയാണ്. അതായത് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നബിതങ്ങൾ സ്നേഹിച്ചതിനെ എത്രത്തോളം അവർ ഇഷ്ടപ്പെട്ടിരുന്നു എന്നതിൻ്റെ ചില തെളിവുകൾ, ഉദാഹരണങ്ങൾ പറയാം. അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉദാഹരണം കൊണ്ട് തുടങ്ങുകയാണ്. റസൂലുള്ളാഹിൻ്റെ 10 വർഷത്തെ ഖാദിമായിരുന്ന അനസ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തെക്കുറിച്ച് പറയാണ്. ഇമാം ഖാദി ഹിയാൽ തങ്ങൾ പറയാം, ഹീന റഅൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം യതതബ്ബഉ ദുബാ മിൻ ഹവാരിൽ ഖസ്സ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പിൽ ഭക്ഷണം കൊണ്ടുവന്ന് വെക്കപ്പെട്ടപ്പോൾ അതിൽ ചെരങ്ങ, ചില നാട്ടിൽ ചുരക്ക എന്ന് പറയും, ചെരങ്ങ നമ്മുടെ നാട്ടിലൊക്കെ പറയാം, ചെരങ്ങ. ഈ ചെരങ്ങ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാതെ ഇഷ്ടമായിരുന്നു. അപ്പോൾ ഒരിക്കലും ഭക്ഷണത്തലികയിൽ ചെരങ്ങൻ്റെ കഷ്ണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ തിരഞ്ഞെടുത്ത് തിന്നുന്നത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കണ്ടു. അദ്ദേഹം പറയാണ്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, അതിനുശേഷം ഫമാസിൽ തുഹിബ്ബു ദുബ്ബാ മിൻ യൗമൈദിൻ, അന്നാൾ മുതൽ എനിക്ക് ചെരങ്ങയെ വല്ലാതെ ഇഷ്ടമാണ്, ചുരക്ക എനിക്ക് വല്ലാതെ ഇഷ്ടമാണ്. അപ്പോൾ സ്വന്തം നേരത്തെ ഇഷ്ടമുണ്ടായിട്ടല്ല, റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഭക്ഷണത്തലിക കൊണ്ടുവന്ന് വെക്കപ്പെട്ടപ്പോൾ അതിൽ ചെരങ്ങ കഷ്ണങ്ങൾ, ചുരക്ക കഷ്ണങ്ങൾ നബി തങ്ങൾ ഇങ്ങനെ തിരഞ്ഞെടുത്ത് തിന്നുന്നത് ഞാൻ കണ്ടു. അപ്പോൾ അന്ന് മുതൽ ഞാനും ചെരങ്ങ ഇഷ്ടപ്പെട്ടു. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിടത്ത് ഒരു ഒട്ടകത്തെ തിരിച്ചു, യുദീറുന്നാഖ, ആ സ്ഥലത്തെത്തിയപ്പോൾ പിന്നീട് പിൽക്കാലത്ത് റസൂലുള്ളാഹിന്റെ ഒക്കെ കാലശേഷം ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അവിടെ എത്തിയപ്പോൾ ഒട്ടകത്തെ അവിടെ തിരിഞ്ഞ് തിരിച്ചു. അപ്പോൾ ജനങ്ങൾ ചോദിച്ചു, എന്താണ് അവിടെ തിരിച്ചത്, മനസ്സിലായില്ലല്ലോ, തിരിയാനുള്ള കാരണം. ഒന്ന് യൂട്ടേൺ എടുത്തു. അപ്പോൾ കാരണം അവർ പറഞ്ഞാൽ എന്താ, അള്ളാഹുവിൻ്റെ റസൂൽ ഒരിക്കൽ ഇതുവഴി കടന്നു പോകുമ്പോൾ ഒട്ടകത്തെ തിരിച്ചിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഞാനും തിരിച്ചതാണ്. എന്തിന്? ഇത്തിബാ. അതുകൊണ്ടാണ് മുത്തബിഉ സുന്ന, റസൂലുള്ളാഹിൻ്റെ സുന്നത്തിന് അങ്ങേയറ്റത്തും ഇത്തിബാ ചെയ്യുന്നവർ എന്നാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന് ചരിത്രകാരന്മാർ നൽകിയിരിക്കുന്ന അപരനാമം മുത്തബിഉ സുന്ന. ആ ഇത്തിബായിൽ അദ്ദേഹം ഇങ്ങനെയുള്ള ചില മാതൃകകൾ കാണിച്ചിട്ടുണ്ട്. ചരങ്ങ ഇഷ്ടമാണെന്ന്, നബിതങ്ങൾക്ക് ഇഷ്ടമാണെന്ന് കണ്ടപ്പോൾ അന്ന് മുതൽ എനിക്ക് ചരങ്ങ ഇഷ്ടമായി.
അതുപോലെ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹും വബ്നു ജഅഫർ അതൗ സലമ വസഅലുഹു അൻ തസ്നാ ലഹും തആമൻ മിമ്മാ കാന യുഅജിബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വകാന ഇബ്നു ഉമർ യൽബസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമായിരുന്ന ഭക്ഷണം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരൂ എന്നവർ സലമാ ബീവിയുടെ അടുക്കൽ ചെന്നുകൊണ്ട് പറയാണ്. ഇവരൊക്കെ ആരൊക്കെ? ഹസൻ റളിയല്ലാഹു അൻഹുവും അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവും ഇബ്നു ജഅഫർ റളിയല്ലാഹു അൻഹുവും ഇവരൊക്കെ ഈ ബീവിൻ്റെ അടുക്കലേക്ക് ചെന്നുകൊണ്ട് പറയാണ്, നിങ്ങൾ ഞങ്ങൾക്ക് കുറച്ച് ഭക്ഷണം ഉണ്ടാക്കി തരൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മൗലാത്തായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലാത്ത് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ഭൃത്യ, ഒരു സെർവൻറ്റ്, ഒരു മെയ്ഡായിരുന്നു. റസൂലുള്ളാഹിക്ക് ഖിദ്മത്തൊക്കെ ചെയ്തിരുന്ന ആരായിരുന്നു? ഈ സലമ. അവരുടെ അടുക്കൽ ചെന്നുകൊണ്ട് പറയാം, അള്ളാഹുവിൻ്റെ റസൂൽ ഹയാത്തുള്ള കാലത്ത് അവർക്കിഷ്ടമായിരുന്ന ഭക്ഷണം നിങ്ങൾ എന്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ടായിരുന്നില്ലേ, അത് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരൂ. അപ്പം നബി തങ്ങൾ ഇഷ്ടപ്പെട്ട ഭക്ഷണത്തെ ഇഷ്ടപ്പെടുക. വകാന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു യൽബസു നിആല സിബ്തിയ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നേരത്തെ പറഞ്ഞ മുത്തബിഉ സുന്ന, അദ്ദേഹം സിബ്തിയ എന്ന് പറഞ്ഞ ഒരു ചെരുപ്പ്, അത് ഒരിനം ചെരുപ്പുകൾ ആ കാലത്ത് ഉപയോഗിച്ചിരുന്ന, അതായത് കാളയുടെ, ഷറഹിൽ ഇമാം ഷുമുന്നി തങ്ങൾ പറയാം, ഖാദി ഇയാൾ തങ്ങളുടെ കിതാബ് ഷിഫാന്റെ വ്യാഖ്യാനത്തിൽ പറയാണ്, അസ്സിബ്തിയ അസ്സിബ്തു ബികസ്രി സീൻ സിബ്ത് ജുലൂദുൽ ബഖർ അൽ മദ്ബൂഗ, അഥവാ പശുവിൻ്റെ ലെതർ, പശുവിൻ്റെ തോല്, അത് ഊറക്കിട്ടുകൊണ്ട് അതുകൊണ്ട് ഉണ്ടാക്കുന്ന ചെരുപ്പാണ്. യുത്തഹദു മിൻഹൻ നിആൽ, ചെരുപ്പുണ്ടാക്കും അതുകൊണ്ട്. സുമ്മിയത് ബിദാലിക ലിഅന്ന ശറഹ ഖദ് സുബിത അൻഹാ യുസീല വഹുലിഖ വഖീല ലിഅന്നഹാ ഉസ്ബിതത് ബിദ്ദിബാഗ് ഐ ലാനത് വഖാല ഇബ്നു ഖുർഖൂൽ അനിദ്ദാവറൂദി മൻസൂബ ഇലാ മൗളി യുഖാൽ ലഹു സിബ്ത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടമായിരുന്നു, നബി തങ്ങൾക്ക് ഇഷ്ടമായിരുന്നു ഈ പശുവിൻ്റെ തോല് ഊറക്കിട്ടത് കൊണ്ട് ഉണ്ടാക്കിയ ലെതർ ചെരുപ്പ് റസൂലുള്ളാഹിക്ക് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവും ആ ചെരുപ്പ് ധരിക്കാൻ ഇഷ്ടപ്പെടുമായിരുന്നു. വയസ്ബഹു ബിസ്സുഫ്ര, എന്ന് ആ ചെരുപ്പിന് മഞ്ഞ കളറും കൊടുക്കുമായിരുന്നു. ഇത് റഅൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഫ്അലു ദാലിക. അപ്പോൾ നബി തങ്ങൾ ഇങ്ങനെ ഈ പശുവിൻ്റെ തോല് ഊറക്കിട്ട ചെരുപ്പ് കൊണ്ട് ചെരുപ്പ് കുത്തുകയും, നബി തങ്ങൾ കുത്തുക എന്ന് പറഞ്ഞാൽ കുത്തിക്കുക, ചെരുപ്പ് ഉണ്ടാക്കുകയും ലെതറിൻ്റെ ചെരുപ്പ് അതിന് മഞ്ഞ കളർ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടിരുന്നപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അങ്ങനെ തന്നെ ചെയ്യുമായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ ഇഷ്ടം, നമ്മളുടെ ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ വസ്ത്രം അല്ലെങ്കിൽ അവരുടെ ഭക്ഷണം, അവരുടെ ഇഷ്ടങ്ങൾ, അതൊക്കെ അത് ആർക്കെങ്കിലും ഫാൻസ് ആവുമല്ല, അത് ആരുടെയെങ്കിലും ഫാൻസായിട്ട് നമ്മൾ ഒരാളെ ആരാധ്യ പുരുഷനായി കണ്ട് അവരെ അഡ്മയർ ചെയ്ത് അത് കോപ്പിയാക്കുകയല്ല. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം അവരിങ്ങനെയാണ് കൊണ്ടാടിയത്. വമിൻഹാ ബുഗ്ദു മൻ ബഗദ അല്ലാഹു വറസൂല വമുആദാതു മൻ ആദാഹു വമുജാനബതു മൻ ഖാലഫ സുന്നതഹു വബ്തദഅ ഫീ ദീനിഹി വസ്തിഖാലതുഹു വല്ലം യുഖാലിഫു ശരീഅതഹു. ഖാലത് അല്ലാഹു തആല ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ യുവാദ്ദൂന മൻ ഹാദ്ദ അല്ലാഹ വറസൂല. സൂറത്തുൽ മുജാദല 22-ാമത്തെ ആയത്ത് സൂറത്തുൽ മുജാദല. അല്ലാഹു പറയാം, ഈ മഹാനായ ഖാദി ഇയാൾ തങ്ങൾ പറയാം, റസൂലുള്ളാഹിനോടുള്ള ഹുബ്ബിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം അടയാളമാണ് നബിതങ്ങളെ ശത്രുവായി കണ്ടവർ, നബിതങ്ങളോട്, അള്ളാഹുവോട്, ദീനിനോടും ഒക്കെ ശത്രുതയുള്ള ആളുകളെ നമ്മൾ വെറുക്കുക. അതെല്ലാ കാലത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെറുത്ത ആളുകൾ, റസൂലുള്ളാഹിനെ വിമർശിക്കുന്ന ആളുകൾ, അവരോട് വെറുപ്പുള്ള ആളുകൾ, അവരെ നമ്മളും വെറുക്കുക. മറ്റൊരു കാര്യത്തിനല്ല, ഭൗതികമായ എന്തെങ്കിലും താല്പര്യങ്ങൾക്കോ നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്കോ ഉള്ള വെറുപ്പല്ല. അവർ റസൂലുള്ളാഹി തങ്ങളെ എതിർക്കുന്നവരാ, നബിതങ്ങളെ വിമർശിക്കുന്നവരാ, നബിതങ്ങളുടെ ഹക്കും ഖദറും അവിടുത്തെ മഹത്വവും മൻസിലത്തും അദീമത്തൊന്നും മനസ്സിലാക്കാത്ത ആളുകൾ, അവർ റസൂലുള്ളാഹിനെ വെറുക്കുന്നത് കൊണ്ട്, ആ കാരണം കൊണ്ട് വെറുക്കുക. അത് അല്ലാഹു പറയാ, ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ യുവാദ്ദൂന മൻ ഹാദ്ദ അല്ലാഹ വറസൂല. അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്ന ഒരു ഖൗമ്, അവരൊരിക്കലും തന്നെ അള്ളാഹുവിനോടും റസൂലിനോടും ശത്രുതയുള്ള ആളുകളോട് അവർ പിന്നെ സഖ്യത്തിലാവില്ല, അവരോട് സ്നേഹത്തിലാവില്ല. അള്ളാഹുവിനോടും റസൂലിനോടും വെറുപ്പും ശത്രുതയുമുള്ള ആളുകളോട് രഞ്ജിപ്പിലാവാൻ, രാജിയാവാൻ, അവരോട് സഖ്യപ്പെടാൻ ഒരു മുഅ്മിനിന് സാധ്യമല്ല. അതാണ് ഹൗലായി അസ്ഹാബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബിമാർ യുദ്ധക്കളങ്ങളിൽ വെച്ച് കൊന്നത് ആരൊക്കെയാണ്? പലരും അബൂ ഉബൈദ, ആമിർ ഇബ്നു ജറാഹ് റളിയല്ലാഹു തആല അൻഹു ഒക്കെ കൊല്ലുന്നത് പറയുന്നുണ്ടല്ലോ, സ്വന്തം പിതാവിനെ. അതുപോലെ പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, ഖദ് ഖതലു വഹിബ്ബാഹും വഖാതലു അബാഹും വഅബ്നാഹും ഫീ മർളാതി. അള്ളാഹുവിന് വേണ്ടിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയും ദീനിന് വേണ്ടി അവർ ഇസ്ലാമിൻ്റെ ശത്രുപക്ഷത്താണ് തങ്ങൾക്ക് പ്രിയപ്പെട്ടവർ അണിനിരന്നപ്പോൾ സ്വന്തം പിതാക്കളാണെന്ന് നോക്കാതെ, വാപ്പമാരാണെന്ന് നോക്കാതെ, ജ്യേഷ്ഠാനുജന്മാരാണെന്ന് നോക്കാതെ, സ്വന്തം ഇഷ്ടപ്പെട്ട ഇഷ്ടജനങ്ങളാണ് മറുവശത്തെന്ന് നോക്കാതെ അവരോട് പോരടിച്ചത് എന്തിനാണ്? അവരോട് വേറെ എന്തെങ്കിലും വെറുപ്പുള്ളതുകൊണ്ടല്ല, അവർ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും മറുചേരിയിലാണ്, ദീനിൻ്റെ എതിർചേരിയിലാണെന്നതുകൊണ്ടാണ്. അപ്പോൾ അള്ളാഹുവിനോടും അവൻ്റെ ഹബീബിനോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹുബ്ബ് കാരണം അവർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ താഴെ വെച്ചു. അതുപോലെ ഒട്ടനേകം സംഭവങ്ങൾ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഹുബ്ബിൻ്റെ ഭാഗമായിട്ടുള്ള അടയാളങ്ങൾ പറയാണ്. എന്താക്കണം? ഹുബ്ബിൻ്റെ ഭാഗമാണ് നബിതങ്ങളുടെ സ്വഭാവം. നബിതങ്ങളുടെ സ്വഭാവങ്ങൾ പഠിക്കുക, ജീവിതത്തിൽ പകർത്തുക. നബിതങ്ങൾ ഖുർആനെ ഹുബ്ബ് വെക്കുമായിരുന്നു. പരിശുദ്ധ ഖുർആനെ ഹുബ്ബ് വെക്കുക എന്ന് പറഞ്ഞാൽ ഖുർആനെ ജീവിതത്തിൽ പകർത്തുമായിരുന്നു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹുബ്ബിൻ്റെ ഭാഗമാണ് നമ്മൾ ഖുർആനെ സ്നേഹിക്കുക എന്നുള്ളതും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആനെ സ്നേഹിച്ചു. നബി തങ്ങൾക്കാണല്ലോ ഖുർആൻ ഇറക്കപ്പെട്ടത്. ആ ഖുർആൻ പ്രബോധനം ചെയ്തു, ഖുർആൻ ഓതി ചെലവഴിച്ചു. ഖുർആൻ്റെ പാരായണത്തിലായി നമ്മൾ നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞു, ദീർഘമായ അധ്യായങ്ങൾ സൂറകൾ ഓതി നിസ്കരിച്ചു. അപ്പോൾ ഖുർആനുമായി അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു നബി തങ്ങൾക്ക്. അതുകൊണ്ട് നമ്മളും ഖുർആൻ ഇഷ്ടപ്പെടുക. അപ്പോൾ അതിലൂടെയും ഹുബ്ബുൻ നബിയുടെ അലാമത്ത്. യുഹിബ്ബുൽ ഖുർആൻ അലാമത്തു ഹുബ്ബിൻ നബി, അലാമാത്ത് ഹുബ്ബിൻ നബിയിൽപ്പെട്ടതാണ് ഖുർആൻ ഇഷ്ടപ്പെടുക. അല്ലദീ അതാ ബിഹിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നബി തങ്ങൾ കൊണ്ടുവന്ന ഖുർആനാണല്ലോ എന്നാലോചിച്ചുകൊണ്ട്, അപ്പോൾ ഖുർആൻ നമ്മൾ ഇതെൻ്റെ റബ്ബിൻ്റെ കലാമാണല്ലോ എന്നാലോചിച്ചുകൊണ്ടും ഖുർആൻ ബഹുമാനിക്കുക, സ്നേഹിക്കുക. അതുപോലെ എൻ്റെ ഹബീബിൻ്റെ മേൽ അവതരിപ്പിക്കപ്പെട്ട കലാമാണല്ലോ, ഈ കലാമാണല്ലോ എൻ്റെ ഹബീബ് ഓതിയത് പറഞ്ഞത് എന്നാലോചിച്ചുകൊണ്ട് അതിനെ സ്നേഹിക്കുക. വഹദാ ബിഹി വഹ്തദാ വതഖല്ലഖ ബിഹി ഹത്താ ഖാലത് ആയിഷ റളിയല്ലാഹു അൻഹാ കാന ഖുൽഖുൽ ഖുർആൻ. നബി തങ്ങളുടെ സ്വഭാവം തന്നെ ഖുർആനായിരുന്നു എന്ന് ആയിഷ ബീവി പറഞ്ഞല്ലോ റളിയല്ലാഹു അൻഹ. ആ ഖുർആനാണല്ലോ ഇത് എന്ന് പറഞ്ഞുകൊണ്ട്, എന്നാലോചിച്ചുകൊണ്ട്, എന്ന ന്യായത്തിലും എന്ന ആ കാരണത്തിലും ഖുർആനെ സ്നേഹിക്കുക, ഖുർആനെ കൊണ്ട് നടക്കുക. അത് റസൂലുള്ളാഹിയുടെ ഹുബ്ബിൻ്റെ ഭാഗമാണ്. ഹുബ്ബുൽ ഖുർആൻ തിലാവത്തുഹു. ഖുർആനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഖുർആൻ അങ്ങനെ ഇടക്കിടക്ക് നെഞ്ചത്ത് വെക്കുക എന്നുള്ളത് മാത്രമല്ല, അത് ഖുർആൻ സ്നേഹത്തിൻ്റെ ഒരു അടയാളമാണ്. പക്ഷേ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യുക. ചില ആളുകൾ ഖുർആനോടുള്ള ബഹുമാന സ്നേഹം അത് സെൽഫിൽ ഇങ്ങനെ അണിഞ്ഞൊരുക്കി അലങ്കരിച്ച് ഇങ്ങനെ വെക്കുന്നതിൽ മാത്രം ഒതുക്കും. ശരിയാണ്, ഖുർആൻ ആദരിക്കുന്നതിൽ പെട്ടതാണ് അത് സെൽഫിൽ വെക്കുക, ബഹുമാനിക്കുക, ആദരിക്കുക. പക്ഷെ അത് ഒതുക്കി പോകരുത്. അത് മാത്രമല്ല, മറിച്ച് ഖുർആൻ ഓതുക എന്നുള്ളതാണ്. ഹുബ്ബുൽ ഖുർആൻ തിലാവത്തുഹു വൽ അമലു ബിഹി. ഖുർആൻ ഓതുക, ധാരാളമായിട്ട് ഓതുക. അനാ അല്ലൈലി വദ്ബാറൻ നഹാർ ഓതുക, രാവിലും പകലിലും. അതുപോലെ ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ. പ്രഭാത വേളകളിൽ സുബഹി നിസ്കരിച്ച് കഴിഞ്ഞിട്ടൊക്കെ ഖുർആൻ ഓതുക, പുലർക്കാലങ്ങളിൽ ഓതുക. വൽ അമലു ബിഹി, ഖുർആൻ അനുസരിച്ച് അമൽ ചെയ്യുക. വതഫഹുമുഹു, ഖുർആൻ നന്നായിട്ട് തഫഹും ചെയ്യുക, തദബ്ബുർ ചെയ്യുക, പഠിക്കുക, ഉൾക്കൊള്ളുക, മനസ്സിലാക്കുക, ചിന്തിക്കുക. വയുഹിബ്ബു സുന്നതഹു വയഖിഫു ഇൻദ ഹുദൂദിഹാ. ഇതൊക്കെ ഖാല സഹൽ ഇബ്നു അബ്ദുല്ലാഹ് എന്നിവർ പറയാം, അലാമത്ത് ഹുബ്ബില്ലാഹി ഹുബ്ബുൽ ഖുർആൻ വഅലാമത്ത് ഹുബ്ബിൻ നബി വഅലാമത്ത് ഹുബ്ബിൽ ഖുർആൻ ഹുബ്ബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാമത്ത് ഹുബ്ബിൻ നബി ഹുബ്ബുസ് സുന്ന വഅലാമത്ത് ഹുബ്ബുസ് സുന്ന ഹുബ്ബിസ് സുന്നത്തി ഹുബ്ബുൽ ആഖിറ വഅലാമത്ത് ഹുബ്ബിൽ ആഖിറതി ബുഗ്ദുദ് ദുനിയ വഅലാമത്ത് ബുഗ്ദിദ് ദുനിയ അല്ലാ യദ്ഖറ മിന്നാ ഇല്ലാ സാദൻ വബുൽഗതൻ ഇലൽ ആഖിറ. വല്ലാത്തൊരു വർത്താനാണ്. സഹൽ ഇബ്നു അബ്ദുല്ലാഹി തസ്തൂരി തങ്ങൾ പറയാണ്, അള്ളാഹുവിനോടുള്ള ഹുബ്ബാണല്ലോ മുഅ്മിനിന് വേണ്ടത് ഏറ്റവും ആദ്യമായിട്ട്. അലാമത്ത് ഹുബ്ബില്ല, അള്ളാഹുവോടുള്ള ഹുബ്ബിൻ്റെ അലാമത്ത് എന്താ? ഖുർആനോട് ഹുബ്ബുണ്ടാവുക എന്നുള്ള. ഖുർആനോട് ഹുബ്ബുണ്ടാകുന്നതിന് അടയാളം എന്താ? റസൂലുള്ളാഹി തങ്ങളോട് ഹുബ്ബുണ്ടാവുക എന്നുള്ള. നബി തങ്ങളോട് ഹുബ്ബുണ്ടാകുന്നതിൻ്റെ അടയാളം എന്താ? സുന്നത്തിനോട് ഹുബ്ബുണ്ടാവുക എന്നുള്ള. സുന്നത്തിനോട് ഹുബ്ബുണ്ടാകുന്നതിന് അടയാളം എന്താ? ആഖിറത്തിനോട് ഹുബ്ബുണ്ടാവുക എന്നുള്ളതാണ്. ആഖിറത്തിനോട് ഹുബ്ബുണ്ടാവുക എന്നുള്ളതിൻ്റെ അടയാളം എന്താ? ദുനിയാവിനോട് വെറുപ്പുണ്ടാകുക എന്നുള്ളതാണ്. ദുനിയാവിനോട് വെറുപ്പുണ്ടാകുക എന്നുള്ളതിൻ്റെ അടയാളം എന്താ? ദുനിയാവിൽ നിന്ന് ഒന്നും ശേഷിക്കാതിരിക്കുക, ഒന്നും അവശേഷിപ്പിക്കാതെ സേവ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഇല്ലാ സാദൻ വബുൽഗതൻ ഇലൽ ആഖിറ. ആഖിറത്തിലേക്ക് തന്നെ കൊണ്ടെത്തിക്കാനുള്ള അത്യാവശ്യം ജീവിതം നിലനിർത്താനുള്ള ഒരു സാദ്, തൻ്റെ പാഥേയം. ആഖിറത്ത് മരിക്കുന്നത് വരെ ജീവിക്കാനുള്ള ഒരു വകുപ്പ്. അത് മാത്രമല്ലാതെ ദുനിയാവിൽ നിന്ന് ഒന്നും സമ്പാദിച്ചു വെക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇതൊക്കെയാണ് മഹാന്മാർ പറയുന്നത്. അവർ പറഞ്ഞ ആ ദർജകളിലേക്കൊന്നും സാധാരണക്കാരായി നമുക്ക് ഉയരാൻ ഒരുപക്ഷെ സാധിച്ചില്ലെങ്കിൽ പോലും അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. വഖാല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ലാ യസ്റു അഹദുൻ നഫ്സിഹി ഇല്ലൽ ഖുർആൻ ഫഇൻ കാന യുഹിബ്ബുൽ ഖുർആൻ വഹുവ യുഹിബ്ബുല്ലാഹ വറസൂലഹു വമിൻ അലാമാതി ഹുബ്ബിൻ നബി ഹുബ്ബിഹി ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളോടുള്ള ഹുബ്ബിൻ്റെ മറ്റൊരു അടയാളം പറയാണ്. ഇയാൾ തങ്ങളുടെ ചർച്ച ഇതാണല്ലോ, റസൂലുള്ളാഹിനോടുള്ള ഹുബ്ബിൻ്റെ മഹബ്ബത്തിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെയെന്ന് പറയാം. ഷഫഖത്തുഹു അലാ ഉമ്മത്തിഹി, നബി തങ്ങളുടെ ഉമ്മത്തിൻ്റെ മേൽ ഷഫഖത്ത് ഉണ്ടാവുക. വനസ്ഹുഹും ലഹു, ഈ മുഅ്മിനീങ്ങളോട് മുസ്ലിമീങ്ങളോടൊക്കെ എപ്പോഴും നമുക്ക് ഷഫഖത്ത് ഉണ്ടാവുക, ഒത്ത മുസ്ലിമീങ്ങളോട്. കാരണം എന്താ? ഇത് റസൂലുള്ളാഹിൻ്റെ ഉമ്മത്തിയാണല്ലോ എന്ന് ആലോചിച്ചിട്ട് അവരോടൊക്കെ ഹുബ്ബുണ്ടാവുക, അവരോട് വാത്സല്യം ഉണ്ടാവുക. വനസ്ഹു ലഹും, അവരോടൊക്കെ വല്ലാത്തൊരു നുസ്ഹ് ഉണ്ടാവുക, ഒരു സതുപദേശം ഉണ്ടാവുക. വസഅയുഹു ഫി മസാലിഹിം, അവരുടെ നന്മയ്ക്ക് വേണ്ടി പരിശ്രമിക്കുക. വറഫുൽ മലാരി എന്നും, അവരുടെ ഉപദ്രവങ്ങളൊക്കെ തടുക്കുക. അത് വളരെ വിശാലമാണത്. ഖൈറുന്നാസ് യൻഫഉഹും ലിന്നാസ്, ജനങ്ങളിൽ ഏറ്റവും നല്ലവൻ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്നവനാണ് എന്നാണല്ലോ. അപ്പോൾ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുമ്പോൾ പല ആളുകളും പലതിനാ ചെയ്യുക. ഇപ്പം നാട്ടിലൊക്കെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ, വീടുണ്ടാക്കി കൊടുക്കുന്നവർ, ചികിത്സാ സഹായം ചെയ്തു കൊടുക്കുന്നവർ, അല്ലെങ്കിൽ പബ്ലിക്കിന് സൗകര്യം ചെയ്തു കൊടുക്കുന്നവർ, ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നവർ, തണൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നവർ, ഇതൊക്കെ പല ആളുകൾ പല കാര്യങ്ങൾക്കാണ് ചെയ്യുക. ചില ആളുകൾ പേരെടുക്കാൻ വേണ്ടി ചെയ്യും. പത്രങ്ങളിൽ വരാനോ, പ്രശംസകൾ കിട്ടാനോ, ആളുകൾ നല്ലത് പറയാനോ, അല്ലെങ്കിൽ അവാർഡ് കിട്ടാനോ, അതല്ലെങ്കിൽ ഫലകങ്ങൾ കിട്ടാനോ, ജനമധ്യ ആദരിക്കപ്പെടാനോ, ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ആവശ്യങ്ങളേ നടക്കുകയുള്ളൂ. പക്ഷെ ഒരാളിത് ചെയ്യുന്നത് റസൂലുള്ളാഹിൻ്റെ ഉമ്മത്തികൾക്ക്, അവർക്ക് സന്തോഷമാവാനാണ്, അവർക്ക് ഉപകാരം കിട്ടാനാണ്. റസൂലുള്ളാഹിൻ്റെ ഉമ്മത്തികളാണല്ലോ. അങ്ങനെ ആളുകളെപ്പറ്റി കാണുമ്പോൾ, മുഅ്മിനീങ്ങളെപ്പറ്റി വിശേഷിച്ച് മുസ്ലിമീങ്ങളെ പറ്റി കാണുമ്പോൾ, നബി തങ്ങളുടെ ഉമ്മത്തികളാണല്ലോ ഇവർ, അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്, അവർ സന്തോഷമാവണം, അവർക്ക് റാഹത്താവണം, അവർക്കൊരു മദറത്ത്, ഒരു പ്രയാസം ഉണ്ടാവരുത്, അവർക്ക് സന്തോഷമായിരിക്കണം എന്ന വിചാരത്തിൽ നമ്മൾ അവരെ സ്നേഹിക്കുമ്പോൾ, അവർക്ക് വാത്സല്യം ചെയ്യുമ്പോൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നന്മകൾ അവരോട് ചെയ്യുമ്പോൾ, അതൊക്കെ ഹുബ്ബുൻ നബിയുടെ ആ ഒരു ജേണലിൽ അല്ലെങ്കിൽ കണക്ക് പുസ്തകത്തിൽ ചേർക്കുക.
അത് വെറുതെ പറയുന്നതല്ല, നമ്മുടെ മനസ്സിലങ്ങനെ തോന്നണം. ഖാദിയാൽ തങ്ങൾ വല്ലാത്തൊരു പാഠമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹിൻ്റെ ഉമ്മത്തിനോടുള്ള ഒരു വാത്സല്യം അത് എല്ലാവരോടും, അത് ഈ ഉമ്മത്തിലെ തെറ്റുകാരോടും കുറ്റക്കാരോട് പോലും മഹാന്മാർക്ക് ഉണ്ടായിരുന്നു എന്ന് റസൂലുള്ളാഹിൻ്റെ ഉമ്മത്തിൽപ്പെട്ടതാണല്ലോ എന്ന് ആലോചിച്ചിട്ട് ഇത് ഞാൻ പറയുമ്പോൾ എനിക്കിങ്ങനെ ഓർമ്മ വരുന്നത്, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മഹാനായ ശൈഖുന അത്തിപ്പറ്റ ഉസ്താദ്, അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഉഹ്റവിയായ ദറജ ഉയർത്തി കൊടുക്കട്ടെ, അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയ സംഭവം ലൈനിൽ വെച്ച് ഒരു സഹോദരൻ പറഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പ് കേൾക്കാനിട വന്നു. അത്തിപ്പറ്റ ഉസ്താദ് വഫാത്താകുന്നതിൻ്റെ മുമ്പാണ് ഞാനത് കേട്ടത്. അപ്പോൾ ആ സംഭവം സഹോദരൻ ഒരു തമാശ രൂപേണ ഒരു സംഭവം പറയാണ്. അതായത് ഒരു സഹോദരൻ്റെ പണ്ടം ഏതൊരു കള്ളം കെട്ടുകൊണ്ടുപോയി. സഹോദരൻ്റെ മോളുടെയോ മോൻ്റെയോ പേരക്കുട്ടിയുടെയോ ഏതോ ഒരു കുഞ്ഞിൻ്റെ പണ്ടം, സ്വർണ്ണ ആഭരണം ഒരു കള്ളം കെട്ടുകൊണ്ടുപോയതാണ്. അപ്പോൾ അത് ഉസ്താദ് ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഉസ്താദിൻ്റെ മജ്ലിസിൽ വന്നുകൊണ്ടോ ഉസ്താദിൻ്റെ അടുത്ത് വന്നുകൊണ്ട് ആ സഹോദരൻ വലിയ സങ്കടമായിട്ട് പറഞ്ഞു, ഇങ്ങനെ പൊന്ന് കെട്ടുകൊണ്ടുപോയി കള്ളം എന്നുള്ളത്. അപ്പോൾ ഉസ്താദ് ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞ ആ കള്ളൻ്റെ ഒരവസ്ഥ, അവന് ഖിയാമത്ത് നാളിൽ ഇപ്പോൾ അതിന് മറുപടി പറയേണ്ടി വരൂലേ. പാവാണ്. കാരണം ഇങ്ങനെ ദുനിയാവിൽ എന്തെങ്കിലും പ്രയാസം കൊണ്ട് കക്കുന്നവനായിരിക്കും, പക്ഷേ ദുനിയാവിലെ കാര്യം കഴിഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിലെത്തുമ്പോൾ കളവ് മുതൽ ഒരു മനുഷ്യൻ ദുനിയാവിൽ വെച്ച് കളവ് നടത്തിയാൽ, മോഷണം നടത്തിയാൽ ആ കളവ് മുതൽ തുവ്വിഖ ബിഹി യൗമൽ ഖിയാമ എന്നൊക്കെ ഹദീസിലുണ്ടല്ലോ, ആ കട്ടെടുത്ത മുതൽ അത് കഴുത്തിലിട്ട് കൊണ്ടുവരുന്നൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ മനുഷ്യൻ എത്ര അപമാനം, എത്ര പ്രയാസം സഹിക്കണം. അപ്പോൾ അത് വെറുതെ ഒരാൾ പരാതിക്കാരൻ പറയുന്നത് തൻ്റെ സ്വർണ്ണാഭരണം പോയി എന്നാണ്. പക്ഷേ ഒരു മഹാൻ്റെ ഇതിപ്പറ്റ ഉസ്താദിൻ്റെ മനസ്സ് പെട്ടെന്ന് പോകുന്നത് ആ മനുഷ്യൻ, അതൊരു മുസ്ലിമായ മനുഷ്യനാണെങ്കിൽ, മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ, ഈ മുഹമ്മദ് നബിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്ത് റസൂലുള്ളാഹിൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാളാണെങ്കിൽ ആ മനുഷ്യൻ ഖിയാമത്ത് നാളിൽ അത് ആലോചിച്ച് വിഷമിക്കേണ്ടി വരുമല്ലോ ആ തെറ്റ് ചെയ്തതിൻ്റെ കാരണത്താൽ എന്നാലോചിച്ച് ആ സഹോദരനെ ആലോചിച്ചുകൊണ്ട് നുസ്സാണ്. അപ്പം കള്ളനോടുള്ള ഒരു സ്നേഹമോ അല്ലെങ്കിൽ കള്ളൻ ചെയ്ത പ്രവർത്തനത്തോട് ഐക്യദാർഢ്യം ഉണ്ടാവില്ലല്ലോ. ഈ മദ്ലൂം ആരാണ്, മസ്റൂഖ് ആരുടെ മുതലാണ്, അവരോടുണ്ടാവും. പക്ഷേ ആ സമയത്ത് പെട്ടെന്ന് ചിന്തിച്ചു പോകുന്നത് അഹ്ലുള്ള അല്ലെങ്കിൽ ആ വഴിക്ക് ചിന്തിച്ചു പോകുന്ന ആളുകളുടെ മനസ്സിൽ അതാ വരിക, പടച്ചോനെ അവൻ്റെ അവസ്ഥ. അതാണ് നുസ്ഹ എന്ന് പറഞ്ഞാൽ. അതൊന്നും ഒരാൾ പറഞ്ഞിട്ടുണ്ടാകുന്നതല്ല, അത് അഭിനയിക്കുന്നതുമല്ല, അത് നുസ്ഹാണ്. അദ്ദീനു വൻ നസീഹ, ഹദീസിൽ പറഞ്ഞല്ലോ അദ്ദീനു വൻ നസീഹ, ദീൻ എന്ന് പറഞ്ഞാൽ നസീഹത്താണ്. ഖുൽനാലിമൻ, ആർക്ക് നസീഹത്ത് എന്ന് ചോദിച്ചു, ഗുഡ്വിൽ അല്ലെങ്കിൽ നല്ലതാഗ്രഹിക്കുക, ഗുണകാംക്ഷ ആർക്ക് എന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങൾ എന്ത് പറഞ്ഞ്, ലില്ലാഹി വലി റസൂലിഹി വലി അയിമ്മത്തിൽ മുസ്ലിമീന വലി കിതാബിഹി വലി അയിമ്മത്തിൽ മുസ്ലിമീന വഅമ്മത്തിഹിം. അള്ളാഹുവോട് ഗുഡ്വിൽ ഉണ്ടാവുക, നല്ല ശുഭാപ്തി അല്ലെങ്കിൽ ഗുണപ്രതീക്ഷ ഉണ്ടാവുക, നല്ലത് പ്രതീക്ഷിക്കുക, നല്ലത് കാംക്ഷിക്കുക, ഗുണകാംക്ഷ ഉണ്ടാവുക. വലി റസൂലിഹി, നബിതങ്ങളോട് ഗുണകാംക്ഷ ഉണ്ടാവുക. വലി കിതാബിഹി, പരിശുദ്ധ ഖുർആനോട് ഗുണകാംക്ഷ ഉണ്ടാവുക. വലി അയിമ്മത്തിൽ മുസ്ലിമീന, മുസ്ലിമീങ്ങളുടെ നേതാക്കന്മാരോട് ഗുണകാംക്ഷ ഉണ്ടാവുക. വലിയ ആമ്മത്തിയും, പൊതുജനങ്ങളോടും ഗുണകാംക്ഷ ഉണ്ടാവുക. അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ. നല്ലത് വരട്ടെ എന്ന് പറഞ്ഞാൽ ദുന്യവിയായ നല്ലത് മാത്രമല്ല, ദുന്യവിയും ഉഖ്റവിയുമായ നല്ലത് വരട്ടെ എല്ലാവർക്കും എന്നുള്ള ആ ഒരു ഹുബ്ബ്, ആ ഒരു നസീഹത്ത്, അതും ഹുബ്ബുൻ നബിയുടെ ഭാഗമാണ്. ഇതൊക്കെ ഹുബ്ബുൻ നബിയുടെ ഭാഗമാണ്. ഇനി മറ്റൊരു അധ്യായം, ഫസ്ലുൻ ഫീ മാനൽ മഹബ്ബത്തിൽ നബി വഹഖീഖത്തിഹാ. ബഹുമാനപ്പെട്ടവർ ഒരു ചർച്ച വെക്കുകയാണ്. നബിതങ്ങളോടുള്ള ഹുബ്ബ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന് അടിസ്ഥാനം എന്താണ്, റസൂലുള്ളാഹി തങ്ങളോടുള്ള ഹുബ്ബ് എന്ന് പറഞ്ഞാൽ എന്താണ്. അതിൽ പല അഭിപ്രായങ്ങളും പറഞ്ഞ് ഇഖ്തലഫന്നാസു ഫീ തഫ്സീരി മഹബ്ബത്തിൻ നബിയ്യി മഹബ്ബത്തില്ലാഹി വമഹബ്ബത്തിൻ നബിയ്യി. അള്ളാഹുവെ സ്നേഹിക്കുക അതുപോലെ നബിതങ്ങളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ത് എന്ന വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാരിൽ വളരെ അഭിപ്രായങ്ങളുണ്ട്. വകസുറത്ത് ഇബാറാത്തുഹും ഫീ ദാലിക വലൈസത് തർജിഉ ബിൽ ഹഖീഖത്തി ഇഖ്തിലാഫു മഖാൽ വലാകിന്ന ഇഖ്തിലാഫു അഹ്വാൽ. അഭിപ്രായങ്ങൾ പലതുണ്ടെങ്കിലും അതൊക്കെ പറഞ്ഞു വരുമ്പോൾ എല്ലാം ഒന്ന് തന്നെയാണ്. അതാണ് ഇഖ്തിലാഫ് മഖാലാണ്, ഇഖ്തിലാഫ് അഹ്വാലാണ്, ഇഖ്തിലാഫ് മഖാലല്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ ഓരോ അവസ്ഥകളിൽ സാന്ദർഭികമായി നോക്കുമ്പോൾ അതെല്ലാം ഒന്ന് തന്നെയാണ് അർത്ഥം. എന്ന് ചില ഉദാഹരണങ്ങൾ പറയാം. സുഫിയാൻ എന്നവർ പറഞ്ഞു, സുഫിയാൻ സൗരി തങ്ങൾ അൽ മഹബ്ബത്ത് ഇത്തിബാ റസൂലില്ല, മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ ഇത്തിബാ, റസൂലുള്ളാഹിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നബിതങ്ങളെ സുന്നത്ത് ഇത്തിബാ ചെയ്യുക എന്നതിൻ്റെ അർത്ഥം. കാരണം ഉൽതഫത ഇലാ ഖൗലിഹി ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ വത്തബിഊനി, അൽ ഇംറാൻ 31-ാമത്തെ ആയത്ത്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞത്. വഖാല ബഅദുഹും, ചില മഹാന്മാർ പറഞ്ഞു, മഹബ്ബത്തുർ റസൂലി ഇഅ്തിഖാദു നുസ്റതിഹി വദ്ദബ്ബു അൻ സുന്നതിഹി വൽഇൻഖിയാദു ലഹാ വഹൈബത്തു മുഖാലഫതിഹി. ഇതൊക്കെയാണ് റസൂലുള്ളാഹിയുടെ ഹുബ്ബ് എന്ന് പറഞ്ഞാൽ അവരെ സ്നേഹിക്കുക, അവരെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ മില്ലത്തിനെ സഹായിക്കുക, ദീനിനെ സഹായിക്കുക, നബിതങ്ങളുടെ സുന്നത്തിനെ സംരക്ഷിക്കുക, അതിൻ്റെ വിമർശകരെ തൊട്ട് അതിനെ കാക്കുക, അതിൻ്റെ എതിരാളികളെ തൊട്ട് അതിനെ സംരക്ഷിക്കുക, അതിന് വഴിപ്പെടുക, റസൂലുള്ളാഹിനെ മുഖാലഫത്ത് ചെയ്യുന്നതിന് ഭയപ്പെടുക. ഇതൊക്കെയാണ് ഹുബ്ബുൻ നബിയുടെ ഭാഗം. ചില മഹാന്മാർ പറഞ്ഞു മഹബ്ബത്തുൻ നബി ഹുബ്ബ് എന്ന് പറഞ്ഞാൽ ദവാമു ദിക്രിൽ മഹബൂബ്, റസൂലുള്ളാഹിൻ്റെ ഹുബ്ബ് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. വഖാലാഹറു, ചില മഹാന്മാർ പറഞ്ഞു ഈതാറുൽ മഹബൂബി, മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തിനോടാണോ നമുക്ക് ഹുബ്ബുള്ളത് അതിന് നമ്മൾ പ്രാമുഖ്യം കൊടുക്കുക, മറ്റെന്തിനേക്കാളും മേലെ വെക്കുക എന്നുള്ളതാണ്. വഖാല ബഅദുഹും, ചില ആളുകൾ പറഞ്ഞു മഹബ്ബത്തു ഷൗഖു ഇലൽ മഹബൂബി, കാണാൻ എപ്പോഴും ആഗ്രഹം ഉണ്ടാവുക,
കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവുക, കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടാവുക. വഖാല ബഅദുഹും അൽ മഹബ്ബത്തു മുവാത്തഅത്തുൽ ഖൽബി ലിമുറാദിർ റബ്ബി യുഹിബ്ബു മാ അഹബ്ബ വയക്റഹു മാ ഇങ്ങനെ. വഖാല ആഖിർ അൽ മഹബ്ബത്തു മൈലുൽ ഖൽബി ഇലാ മുവാഫിഖിൻ ലഹു അക്തറുൽ ഇബാറാത്തിൽ മുതഖദ്ദിമ ഇശാറത്തുൻ ഇലാ സമറാത്തിൽ മഹബ്ബ ദൂന ഹഖീഖതിഹ. മഹാനവർകൾ പറയും ഇതൊക്കെ തന്നെ ഹുബ്ബ് തന്നെയാണ്. ഹുബ്ബിൻ്റെ സമറാത്ത്, ഹുബ്ബ് റസൂലുള്ളാഹി തങ്ങളോട് ഹുബ്ബുണ്ടാകുമ്പോൾ അതിൻ്റെ ഫലങ്ങൾ, അതിൻ്റെ അനന്തര ഫലങ്ങളാണ് ഇതൊക്കെ പറയുന്നത്. ആ ചർച്ച അങ്ങനെ നിങ്ങളുടെ വിശദീകരിച്ച് പോരുകയാണ്. അതിന് നമ്മൾ ചുരുക്കി പറയാം. അപ്പം മഹാനവർകൾ പറയാൻ ഒരാൾക്ക് ദുനിയാവിൽ മനുഷ്യൻ ജീവിക്കുമ്പോൾ അവന് ഒരാളോട് സ്നേഹം, ഒരു വ്യക്തിയോട് സ്നേഹമുണ്ടാവാനുള്ള മാനദണ്ഡങ്ങൾ പലതുണ്ട്, പല മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ വിശദീകരിച്ച് പറയുന്നുണ്ട്, നമ്മൾ ചുരുക്കുകയാണ്. ആ ചുരുക്കി പറയാം. അതിൻ്റെ രത്നസംഗ്രഹം പറയുമ്പോൾ ആദം തങ്ങൾ ഇങ്ങനെ പറയുകയാണ്, അങ്ങനെ ഒരാളോട്, ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോട് സ്നേഹം തോന്നാനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയുണ്ടോ ആ മാനദണ്ഡങ്ങൾ അതിൽ ഭംഗി പെടും, ജമാലു സൂറത്ത് പെടും, ഇഹ്സാന് പെടും. അതുപോലെ പിന്നെ ഇങ്ങോട്ട് ഗുണം ചെയ്ത ഒരാളോട് നമ്മൾ സ്നേഹിക്കുമല്ലോ, ഇങ്ങോട്ടൊരു ഗുണം ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിയോട് നമുക്ക് സ്നേഹം ഉണ്ടാവും. അതുപോലെ നല്ല ഒരു സുന്ദരനായൊരു വ്യക്തി, അല്ലെങ്കിൽ സുന്ദരമായൊരു പുഷ്പം, സുന്ദരമായൊരു ഇടം, അതിനോട് മനുഷ്യന് ഹുബ്ബുണ്ടാവും. അതൊക്കെ മനുഷ്യ പ്രകൃതമാണ്. അതുപോലെ ഇഹ്സാൻ, ഗുണം ചെയ്യുക, ഇങ്ങനെ ഏതൊക്കെ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ടാണ് ഒരു വ്യക്തിയോട് ഒരു മനുഷ്യന് സ്നേഹം തോന്നുന്നതെങ്കിൽ ആ മാനദണ്ഡങ്ങൾ ഏത് വെച്ച് നോക്കിയാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോളം നമുക്ക് ഹുബ്ബ് തോന്നേണ്ട, നമ്മൾ ഹുബ്ബ് വെക്കേണ്ട മറ്റൊരാളും ലോക ചരിത്രത്തിൽ വേറെ ഉണ്ടാവില്ല. ഇപ്പോൾ റസൂലുള്ളാഹിന്റെ ഭംഗി, ജമാല് ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ വിശദീകരിച്ചു കഴിഞ്ഞു. അതുപോലെ ഇഹ്സാൻ, നബിതങ്ങൾ ചെയ്ത ഗുണങ്ങൾ ആലോചിക്കുകയാണെങ്കിലോ അത്രത്തോളം നമ്മൾ വേറെ ആരോടെങ്കിലും കടപ്പാട് നമുക്കുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ ഏറ്റവും കടപ്പെട്ടവർ നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം എന്ന് ഖുർആൻ തന്നെ പറഞ്ഞ പോലെ ഏറ്റവും അധികം നമ്മുടെ കടപ്പാട്, നമ്മുടെ കമ്മിറ്റ്മെൻറ്റ്, നമ്മുടെ പ്രതിബദ്ധത അത് ആരോടാണെന്ന് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്നേഹപാത്രങ്ങളിൽ ഏറ്റവും വലിയ സ്നേഹപാത്രം, നമ്മുടെ സ്നേഹഭാചനങ്ങളിലെ ഏറ്റവും മുന്തിയ സ്നേഹഭാചനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ആവണം എന്നാണ് പറയുന്നത്. അതാണ് അലി റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു ഹദീസിലും പറയും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങേയറ്റത്തെ ഹുബ്ബ് വെക്കുക, അതിനുള്ള അടയാളങ്ങൾ, തെളിവുകളൊക്കെയാണ് മഹാനായ ഖാദിഇയാൾ തങ്ങൾ ഇവിടെ വിവരിക്കുന്നത്. ഇനി മറ്റൊരു അധ്യായം ഫസ്ലുൻ ഫീ വുജൂബി മുനാസഹതിഹി, നബി തങ്ങളോടുള്ള നസീഹത്ത് നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ വിശദീകരണം കുറക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള നസീഹത്താണ് അവിടുത്തെ ദീന്, അവിടുത്തെ സുന്നത്ത്, അവിടുത്തെ പരിശുദ്ധ ദീനിൻ്റെ ചിഹ്നങ്ങളൊക്കെ, അതൊക്കെ എപ്പോഴും മുന്തിയ തരത്തിൽ ഏറ്റവും മികച്ച രീതിയിലായി കാണണമെന്ന് ആഗ്രഹിക്കുക, അതിനുവേണ്ടി സഅയ് ചെയ്യുക, പരിശ്രമിക്കുക. ഇതൊക്കെ ഈമാൻ്റെ ഭാഗമാണ്. അതൊക്കെ ഹുബ്ബുൻ നബിയുടെ അടയാളങ്ങളുമാണ്.